ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്നറിയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ജേർണിയിലേക്ക് അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ജേർണീനെ എങ്ങനെ നമ്മൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യാവുന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നു ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഓരോ ജേർണിയും യൂണീക്കാണ്, ഡിവൈൻലി ഗൈഡഡ് ആണ്. ഇതിൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ലൈഫിൽ ഞാൻ ഗോ ത്രൂ ആയ ഒരു എക്സ്പീരിയൻസും, അതല്ലാതെ സ്പിരിച്വൽ കൗൺസിലിംഗ് എടുക്കുന്ന സമയത്ത് ഒത്തിരി സോൾസിൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയാൻ പറ്റാറുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഒരു കണ്ടൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ നോക്കരുത്, ആൻഡ് ഇതിലേക്ക് ഫിറ്റ് ഇൻ ആവാനും നോക്കരുത്. നിങ്ങൾക്ക് എത്രത്തോളം റെസൊനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം ഈ ഒരു കണ്ടൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ മേ ബി കുറച്ചൊന്ന് ലെങ്തി ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മറ്റൊരു സ്പൗസുമായിട്ട് ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ മസ്കുലൈൻ എനർജി അല്ലെങ്കിൽ രണ്ടുപേരും മാരീഡ് ആണെങ്കിൽ ഈ ജേർണീനെ എങ്ങനെ നാവിഗേറ്റ് ചെയ്യാം, മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു മാരേജ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ മാരീഡ് ആയി കഴിഞ്ഞിട്ട് ഈ ഒരു ജേർണിയിലാണെന്ന് മനസ്സിലാക്കുന്നത്. കാരണം പലപ്പോഴും പല എക്സ്പീരിയൻസസിലും, പ്രത്യേകിച്ചും തേർഡ് വേവിൽ ട്വിൻ ഫ്ലെയിമിനെ വളരെ ടീനേജ് ഇയേഴ്സിൽ കണ്ടുമുട്ടി പിന്നെ ഒരു കാർമിക് റിലേഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് റിലേഷനിലേക്ക് പോയി കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചറിയുന്നത്. ഈവൻ എൻ്റെ ഒരു പേഴ്സണൽ ജേർണിയിലും ഞാൻ എൻ്റെ ട്വിന്നിനെ വളരെ ഏർലി ഓഫ് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു എനിക്കൊരു 4ാം ക്ലാസ്സിൽ തൊട്ട് എൻ്റെ ട്വിന്നിനെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു ജേർണിയിൽ ഞാനൊരു റണ്ണറായിരുന്നു ആക്ച്വലി 18 വർഷം. എനിക്ക് അത് കഴിഞ്ഞ് അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. ആ ഒരു ടൈമിലേക്ക് വരുമ്പോൾ ഞാൻ മാരീഡുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജേർണിയിൽ മാരീഡായി കഴിയുമ്പം അവേക്കനിങ്ങിലേക്ക് വരുന്ന അല്ലെങ്കിൽ അവേക്കനിങ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് അറിയുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ജേർണി, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് എൻറ്റയർലി ഒരു റൊമാൻറ്റിക് ജേർണി അല്ല, ബിയോണ്ടായിട്ടൊരു സ്പിരിച്വൽ ജേർണി. അത് കഴിഞ്ഞിട്ടായിരിക്കാം നമ്മൾ ആ ഒരു അൾട്ടിമേറ്റ് റൊമാൻസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയുമ്പോൾ ലിബറേഷൻ്റെ ജേർണി അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ ജേർണിയാണ്. അതായത് ഓരോ സോളും ചൂസ് ചെയ്യുന്ന പാതകൾ വേറെയാണ് ലിബറേഷന് വേണ്ടി. ഈ ഭൂമിയിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സോൾസും മോക്ഷത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പക്ഷേ ഒരു കോൺഷ്യസ്നെസ്സോടെ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പാതയിലാണ്, ഞാനൊരു ഹൈലി സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ പാതയിലാണ്, എനിക്കിനിയും ഇപ്പോൾ വരെയുള്ള എല്ലാ കർമ്മയും എല്ലാ കാർമിക്സിനെയും എല്ലാ നമ്മൾ പറയും പ്രാരബ്ധ കർമ്മയെന്ന് പറയും, അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളെയും ഞാൻ ക്ലെൻസ് ചെയ്തുകൊണ്ട് ഡിറ്റാച്ച് ആയിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് എനിക്ക് മോക്ഷമെന്ന് നമ്മൾക്ക് ഓരോ സോളിനും അറിയാം. അപ്പോൾ ആ ഒരു മോക്ഷത്തിൻ്റെ പാതയിലേക്ക് വരാനായിട്ട് നമ്മളുടെ സോൾ ഈ ഒരു ഇൻകാർണേഷന് മുമ്പായിട്ട് ചൂസ് ചെയ്ത ഒരു പാതയാണ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ മോക്ഷത്തിൻ്റെ പാതയെന്ന് പറഞ്ഞു, കർമ്മം ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മൾ കാർമിക് എന്ന് വിളിക്കും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ളവർ നമ്മളുടെ ലൈഫിലേക്ക് വരാം. ഈവൻ സോൾമേറ്റ്സ് ആണെങ്കിലും വളരെ കുറവായിരിക്കും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ സോൾമേറ്റ്സുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം ആദ്യത്തെ കാര്യം ആ ഒരു സോളുമായിട്ടുള്ള സോൾ എഗ്രിമെൻറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തേത് അവിടുന്ന് നമ്മൾ പഠിക്കാനുള്ള ലെസൺസ് പഠിക്കുകയാണ്. അപ്പോൾ ഈ ലെസൺസ് പഠിച്ചു കഴിയുമ്പം നമ്മളുടെ അസെൻഷൻ പ്രോസസ്സ് ഫാസ്റ്റ് ട്രാക്ക് ആവും. അതായത് അവിടെ നമ്മൾ ഡിറ്റാച്ച്മെൻറ്റിൽ വരും. രണ്ടും ഇൻ്റർലിങ്ക്ഡ് ആണ്, രണ്ടും ഒന്നിനൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും നമ്മളവിടെ ആ ഒരു ലെസൺസ് പഠിച്ചു കഴിയുമ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്താവും എന്നുള്ള പേടി വരത്തില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പം, അവേക്കനിങ് ജേർണിയിൽ വരുമ്പം നമ്മളുടെ ലൈഫിലൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ഇത് എഗെയിൻ നമ്മളുടെ സോളിൻ്റെ കോൺട്രാക്റ്റ് അനുസരിച്ച് അവർ നമ്മളുടെ ലൈഫിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഞാൻ സെപ്പറേറ്റ് ആവണോ അല്ലെങ്കിൽ
ഇവരെ ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയെങ്കിലും ഹോൾഡ് ചെയ്യണം എന്ന് ആലോചിക്കുമ്പം ശരിക്കും നമ്മളവിടെ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഓൾറെഡി ഇത് സോൾ എഗ്രിമെൻറ്റിനനുസരിച്ച് അവർ നമ്മളുടെ ലൈഫിൽ വന്നപ്പോൾ തന്നെ ഇവർ നമ്മളുടെ ലൈഫിൽ നിൽക്കണമോ അല്ലെങ്കിൽ ഇവരിൽ നിന്നൊരു സെപ്പറേഷൻ വേണമോ എന്നുള്ളത് രണ്ടും നമ്മളുടെ ഹയർ സെൽഫിൻ്റെ കയ്യിലാണ്. അതേപോലെ ലെസൺസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എവിടെയാണോ ഇക്കാര്യത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, ശരിക്കും ഇവിടെയാണ് നമ്മളുടെ ബ്ലോക്ക് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ട്രൂത്തിനെ ചൂസ് ചെയ്യാനുള്ള ഒരു ജേർണിയാണ് അല്ലേ. അതായത് മുമ്പോട്ട് പോകുമ്പോൾ സെൽഫ് ആയിട്ട് എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് എന്താണ് ഈ ഒരു ലൈഫ് ടൈമിൽ വേണ്ടത് എന്നൊരു ഇന്നർ നോയിങ്ങിലൂടെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് ഓരോ സ്റ്റെപ്പിലും ഓരോ ടെസ്റ്റിലും മുമ്പോട്ട് പോകുന്ന ജേർണിയാണ്. അപ്പോൾ ഇതിൽ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ മാരീഡ് ആണെന്ന് വിചാരിക്കുക, ഒരു കാർമിക് പാർട്ട്ണർ ആയിക്കോട്ടെ, മാരീഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്നർ വർക്ക് എന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഗ്രാജുവലി നമ്മളുടെ വൈബ്രേഷൻ ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഗെയിൻ ട്രൂത്തിനെ ചൂസ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ജേർണി, വൈബ്രേഷൻ ചേഞ്ച് ആവുന്ന ഒരു ജേർണി. അപ്പോൾ ഈ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളുടെ കൂടെ ജേർണി ചെയ്യേണ്ട ഒരാളാണ് നമ്മളുടെ പാർട്ട്ണറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു കാർമിക് എന്ന് നമ്മൾക്ക് പറയാം, അല്ലെങ്കിൽ സോൾമേറ്റ് എന്ന് പറയാം. പക്ഷേ അങ്ങനെയുള്ളവരാണെങ്കിൽ പെട്ടെന്ന് അവരുടെ വൈബ്രേഷനിലും നമുക്ക് ആ ഒരു ചേഞ്ച് കാണാൻ പറ്റും, ഒരു ഹാർമണി ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു ട്രൂത്തിനെ ചൂസ് ചെയ്യുന്ന ജേർണിയും കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പാർട്ട്ണർ വന്നിട്ട് നിങ്ങളെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറായി മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഒരിക്കലും ഒരു പാർട്ട്ണറിനും നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. അതായത് ഹീൽഡായി കഴിയുമ്പം ആ ഒരു ഹാർമണി വരില്ല. പക്ഷേ ആ ഒരു സെയിം അല്ലായിരിക്കും, സിമിലർ കൈൻഡുള്ള ഒരു ഹാർമണി നമ്മളുടെ പർപ്പസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ. ഓക്കെ, കാരണം ഈ ജേർണിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഔട്ട് ഓഫ് നോവെയർ നമ്മളുടെ പർപ്പസിലേക്ക് കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. ആ പർപ്പസ് എന്ന് പറയുന്നത് ആദ്യം നമ്മളെ ഹീൽ ചെയ്യുക, നമ്മുടെ ലീനേജിനെ ഹീൽ ചെയ്യുക, നമ്മളുടെ ബിലീവ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യുക. സോ ദാറ്റ് ആ ഒരു ജനറേഷൻസ് ആയിട്ട് ആ ഒരു ഫാമിലിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒത്തിരി കാര്യങ്ങളെ ക്ലെൻസ് ചെയ്തുകൊണ്ട് ഹീൽ ചെയ്തുകൊണ്ട് അവിടെ പാറ്റേണെ റീറൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ ഇതിലൂടെ നമ്മൾ എക്സ്റ്റേണലി നമ്മൾക്കുള്ള ഒരു പർപ്പസിലേക്ക് നമ്മൾ കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ എത്രത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ നിങ്ങളെ സിമിലർ വൈബ്രേഷനിൽ വന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു, ഈ ഒരു ട്രൂത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഫെമിനൈൻ എനർജി ആയിക്കോട്ടെ മസ്കുലൈൻ എനർജി ആയിക്കോട്ടെ, അവർ നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നു. അവിടെ മാത്രമാണ് ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അവിടെ മാത്രമേ ഡിവൈൻ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ഇൻ്റർഫിയർ ആയിട്ട് അവരുടെ വൈബ്രേഷനെയും കൂടെ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അതല്ല ഇനിയും ഈ ട്രൂത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണ്, പല ഫെമിനൈൻ എനർജീസിനും അറിയാം ഇതൊരു ജേർണി, ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. പക്ഷേ എൻ്റെ പാർട്ട്ണറിനോട് എനിക്കിത് പറയാൻ പറ്റില്ല, അവർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റിയാണ്, ഭയങ്കരമായിട്ട് ട്രബിൾ തരും, എനിക്ക് ഇന്നർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, എന്നാലും ഞാനിവിടെ നിൽക്കുകയാണ്, എന്നാലും ഞാൻ എൻ്റെ സോഷ്യൽ ഫിയർ ആയിരിക്കാം, സൊസൈറ്റി കണ്ടീഷൻ്റെ അനുസരിച്ചായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ ഫാമിലി ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ മക്കൾ ഇൻവോൾവ് ആണെന്നൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഞാൻ ഇവിടെ തന്നെ ഈ ഒരു പാർട്ട്ണറുമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിലാക്കുക, ആദ്യത്തെ കാര്യം നിങ്ങൾ അവിടുന്ന് ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതായത് അവിടെ ഒരു ഫിയർ ബേസ്ഡ് എനർജി ഉണ്ട്, കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, ആൻഡ് ആ ഒരു പാർട്ട്ണർ നിങ്ങൾക്ക് മേ ബി ഈ ജന്മമല്ല പല ജന്മങ്ങളായിട്ട് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തൊക്കെയോ ലെസൺസ് സ്റ്റിൽ അവിടെ അൺലേൺഡ് ആണ്, ലേൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആ പാർട്ട്ണർഷിപ്പ് കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ട് നിങ്ങൾ എന്നാണോ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും വെളിയിൽ വരുന്നത്, അന്നൊന്നുകിൽ ആ പാർട്ട്ണർ ചേഞ്ച് ആവും, അതായത് ഹയർ വൈബ്രേഷനിലേക്ക്. നമ്മൾക്ക് ഒരിക്കലും ഒരാളെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എന്നാൽ നിങ്ങളുടെ വൈബ്രേഷന് മാച്ച് ആവണമെങ്കിൽ ആ ഒരു സോളിൽ വരേണ്ട
ചേഞ്ചസ് സോൾ ലെസൺസ് ത്രൂ ഡിവൈനായിട്ട് അവിടെ കൊടുത്ത് നിങ്ങളുടെ കൂടെ പർപ്പസിനായിട്ട് കൂടെ നിർത്തുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെപ്പറേഷൻ നടക്കുന്നതാണ്. കാരണം ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മൾ വരുന്നത് ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്സിനെയും, നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനോടുള്ള റിലേഷൻഷിപ്പിനെ അടക്കം നമ്മൾ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് ഡിറ്റാച്ച് ആയിക്കൊണ്ട് നിന്നുകൊണ്ട് ഈ ജേർണിയിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് അലൈൻഡ് ആവുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾക്കൊരു അറ്റാച്ച്മെൻറ്റ് ബേസിൽ ഫിയർ വരുന്നുണ്ടെങ്കിൽ, സൊസൈറ്റി പാറ്റേൺസിൽ ഇമോഷണൽ സപ്രഷൻ നടക്കുന്നുണ്ടെങ്കിൽ, ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നടക്കും എന്നുള്ള ഒരു മെൻറ്റാലിറ്റി സ്റ്റിൽ അവേക്കനിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടും നമ്മൾക്കുണ്ടെങ്കിൽ അവിടെ നമ്മൾ സറണ്ടർ ചെയ്യുന്നില്ല ഈ ജേർണീനെ എന്നാണ് അർത്ഥം. അതിൻ്റെ മീനിങ് നമ്മളുടെ ആ ഒരു പെയിൻ തരുന്ന ട്രിഗേഴ്സ് തരുന്ന റിലേഷൻഷിപ്സിൽ നിന്നും നമ്മൾ തിരിഞ്ഞോടുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ എന്തൊക്കെയോ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നു, ഹോൾഡ് ചെയ്യാൻ നോക്കുന്നു, ഒത്തിരി കാര്യങ്ങളെ മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ എപ്പോഴാണോ നമ്മൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ മാത്രമേ അവിടെ ഒരു ക്ലാരിറ്റി വരത്തുള്ളൂ. ആൻഡ് പല ഫെമിനൈൻ എനർജീസും ഈ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു സൈക്കിളിൽ പല മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ തൊട്ട് വർഷങ്ങൾ വരെ ഈ ഒരു മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേണിൽ സ്റ്റക്ക് ആയിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാതെ ജേർണിയിൽ പിന്നെയും ആ പെയിനിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ കാര്യം മനസ്സിലാക്കുക, ഇത് ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് ഈ ജേർണിയിൽ നമ്മൾ, അതായത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങളെ നമ്മളുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ലെറ്റ് ഗോ ചെയ്യും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ. കാരണം നമുക്ക് ആ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് തന്നെ മനസ്സിലാകും ഇത് പെയിനാണ് നമ്മൾക്ക് തരുന്നതെന്ന്. അത് കഴിയുമ്പം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ ടോട്ടലി സറണ്ടർ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇത്ര നാളും നമ്മൾ ജീവിച്ച ഒരു ലൈഫ്, അതായത് ഈവൻ ബിഫോർ അവേക്കനിങ്, നമ്മൾ ഈ അവേക്കനിങ്ങിലാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പോലും ഇത് പ്രീ ഡിസൈഡഡ് ആയിരുന്നു, അല്ലെങ്കിൽ നമ്മളുടെ സോളായിട്ട് എടുത്തിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അവിടെയൊക്കെ നമ്മൾക്ക് ഏതോ ഒരു പവർ, ഡിവൈൻ പവർ നമ്മളെ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിൽ നിന്നും, ടെസ്റ്റുകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളുടെ കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, ഡേ ടു ഡേ ലൈഫിൽ പോലും നമുക്ക് ഒരു കാര്യത്തെയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഗോ വിത്ത് ദ ഫ്ലോ ആണ് ഈ ജേർണി നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ പേഷ്യൻസ്, ക്ഷമ എന്നുള്ളതും നമുക്ക് പഠിപ്പിക്കാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പാർട്ട്ണറെ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നോ കാർമിക് എന്നോ സോൾമേറ്റ് എന്നോ ഒന്നും കാറ്റഗറൈസ് ചെയ്യാതെ അവരിൽ നിന്നും വന്ന പെയിനിനെ മനസ്സിലാക്കുക. അത് നമ്മുടെ ഉള്ളിലുള്ള പെയിനിലേക്കാണ് അവർ ട്രിഗർ ചെയ്തത്, അതൊരു സോൾ എഗ്രിമെൻ്റ് ആണ് അല്ലെങ്കിൽ സോൾ എഗ്രിമെൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഫൊർഗീവ്നെസ് കൊടുക്കുക. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിക്കോട്ടെ. കാരണം ഇതും ഒരു ബ്ലോക്കാണ് ഈ ഒരു ജേർണിയിൽ. ബ്ലെയിം എന്ന് പറയുന്നത് ഒരു ബ്ലോക്കാണ്. അടുത്തതായിട്ട്, ഫെമിനൈൻ എനർജി പലപ്പോഴും അവരുടെ ആ ഒരു പാർട്ട്ണർ, അതായത് ഒരു സ്പൗസിൽ നിന്നും മേ ബി ഒരു സെപ്പറേഷൻ പെട്ടെന്ന് നോവെയർ റിലേറ്റഡ് ഡിവൈൻലി ഗൈഡഡ് ആയതുകൊണ്ട് പെട്ടെന്നൊരു സെപ്പറേഷൻ വരാം. ആ ഒരു സെപ്പറേഷൻ വരുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ ഫെമിനൈൻ എനർജി ചിന്തിക്കുന്നത് മേ ബി മസ്കുലൈനുമായിട്ടുള്ള ഒരു 3D യൂണിയന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാണ് എന്നുള്ളതാണ്. ഒരിക്കലുമല്ല. ഈ ഒരു ജേർണി, യെസ് ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു പാർട്ട്ണറിൽ നിന്ന് ഒരു സെപ്പറേഷൻ വരുമ്പോൾ മേ ബി നമ്മളുടെ ജേർണിയിൽ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മളൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോവുകയാണ്, സോ ദാറ്റ് നമ്മളുടെ എനർജീനെ നമ്മളുടെ പർപ്പസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ മനസ്സിലാക്കുക, അവിടെ സെപ്പറേഷൻ വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം പിന്നെയും നമ്മളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് സോ കോൾഡ് 3D യൂണിയൻ അല്ലെങ്കിൽ ഹാർമോണിയസ് യൂണിയൻ നടക്കാനുള്ള ഒരു പോസിബിലിറ്റി നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടെന്നല്ല, ആ ഒരു ടൈം ഗ്യാപ്പിൽ നമ്മൾക്ക് ഹീലാവാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു ജേർണി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നർ യൂണിയനിലേക്ക് വരാനായിട്ടാണ്. നമ്മളുടെ ഉള്ളിലെ തന്നെ ശിവ ആൻഡ് നമ്മളുടെ ഉള്ളിലെ തന്നെ ശക്തിഭാവം, ഈ രണ്ട് ഭാവങ്ങളെ, ഈ രണ്ട് എനർജീസിനെയും ഈക്വലി അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് വേയിൽ നമ്മളിൽ പ്രവഹിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ
ആ ഒരു എനർജി ഔട്ടർ റിയാലിറ്റിയിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിന് അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ പാർട്ടിന് അല്ലെങ്കിൽ നമ്മളായ ഇനിയൊരു ബോഡിയിലുള്ള നമ്മൾക്ക് ഹീലാവാൻ പറ്റത്തുള്ളൂ. സോ ഇനിയൊരു വേർഷൻ ട്വിൻ ഫ്ലെയിംസിൽ ഫെമിനൈൻ എനർജീസിൽ വളരെ സ്വാഭാവികമായിട്ടും കേട്ടിട്ടുള്ളത്, ഞാൻ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നു അല്ലെങ്കിൽ ആ ഒരു കാർമിക്സിൽ നിന്നും കൂടുതൽ ട്രിഗേഴ്സ് വരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്നർ വർക്ക് നിർത്തിവെച്ചു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ ചേഞ്ച് ആകുമ്പോൾ അത് കുറച്ചുകൂടെ നിങ്ങളെ ട്രിഗർ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു പ്രകാശം മറ്റുള്ളവരെ ട്രിഗർ ചെയ്ത് അവിടെ പഠിക്കേണ്ട ലെസൺസ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫോർവേഡ് ആക്കുകയാണ് യൂണിവേഴ്സ് ശരിക്കും പറയുമ്പോൾ. അവിടെ നമ്മൾ ഇന്നർ വർക്ക് ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ ഒരു ഫ്രീ വില്ലിനെ ഉപയോഗിക്കുകയാണ്. എഗെയിൻ നമ്മൾ ഈ ജേർണിയിൽ അറിഞ്ഞോ അറിയാതെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഇന്നർ യൂണിയനിൽ വരാനുള്ള ജേർണിയാണ്. അപ്പോൾ അവരുടെ മസ്കുലൈൻ എനർജീസിൽ അവർ സ്റ്റിൽ ഒരു മാരീഡാണ് അല്ലെങ്കിൽ അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലാണെന്നൊക്കെ വരുന്ന ഓരോ ജേർണീസിലും മനസ്സിലാക്കുക, മസ്കുലൈൻ എനർജീസ് എപ്പോഴും അവരുടെ ലെസൺസ് പഠിക്കുന്നത് ആ ഒരു കാർമിക്സിൽ നിന്നാണ്. കാരണം യൂണിവേഴ്സായിട്ട് അവരുടെ ലൈഫിലേക്ക് അത്രയും പ്യുവറായിട്ട് കൊടുക്കുന്ന ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത് അവരുടെ ഫെമിനൈൻ എനർജിയാണ്. അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഫിയർ കൊണ്ടായിരിക്കാം അവരൊരു ലോവർ വൈബ്രേഷൻ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ സെൽഫ് എർത്ത് ഇഷ്യൂസ് കാരണം അവർ ആ ലോവർ വൈബ്രേഷനിലുള്ള അവരുടെ സ്പൗസിനെ അവർ അട്രാക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പല റിലേഷൻഷിപ്സിൽ വരും, പല സെക്ഷുവൽ റിലേഷൻഷിപ്സിലൊക്കെയും പോകുന്നത് അതുകൊണ്ടാണ്, ഈ ഒരു ഇൻസെക്യൂരിറ്റിയാണ്. അപ്പോൾ ഈ പല കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്ക് വരുന്ന ഒരു റിയലൈസേഷനാണ് അവരുടെ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അവിടെ അവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരു ഫൊർഗീവ്നെസ് ആണ് അവരുടെ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. അവിടെ ആ ഒരു കാർമിക് പാറ്റേൺസിലൂടെ അവർക്ക് കിട്ടുന്ന ട്രിഗേഴ്സിലൂടെ അവർ കണക്റ്റ് ആവുന്ന അവരുടെ ഒരു ഇമോഷണൽ വൾനറബിലിറ്റി ഉണ്ട്. അതാണ് അവർക്ക് അവരെ ഹീലിംഗിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. സോ മസ്കുലൈൻ എനർജീൻ്റെ ലൈഫിൽ ആരാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു എക്സ്പെക്റ്റേഷൻ വെക്കുമ്പോഴാണ് നമ്മൾക്ക് പെയിൻ വരുന്നത്. സോ എക്സ്പെക്റ്റേഷനെ ലെറ്റ് ഗോ ചെയ്യുക. യൂണിവേഴ്സ് ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ എന്താണോ എൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ടുള്ളത്, എൻ്റെ ഒരു നല്ലതിനായിട്ടുള്ളത്, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാ സോൾസിൻ്റെയും നല്ലതിനായിട്ട് എന്താണോ ഉള്ളത് അത് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്തിക്കും 3D എന്നുള്ള ഒരു വിശ്വാസം. അത് മാത്രമാണ് നമ്മൾക്ക് ഈ ഒരു ജേർണിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ എത്രത്തോളം നമ്മൾ ആ ഒരു നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത്രത്തോളം നമ്മളുടെ യൂണിയൻ എനർജി നമ്മൾ എക്സ്റ്റേണലി ലീക്ക് ചെയ്യുകയാണ്. ആക്ച്വലി യൂണിയൻ എനർജി എങ്ങനെയാണ് ലീക്ക് ആവുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിലാണ് നിങ്ങൾ മാരീഡാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മാരീഡാണ്, ഇതൊന്നും ഈ ജേർണീനെ നമ്മൾക്ക് ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളല്ല. കാരണം ആ ഒരു മാരേജസിലൂടെ ആ ഒരു സോൾ കോൺട്രാക്ട്സിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് വന്ന് സോൾ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ ആ ഒരു എറ്റേണൽ യൂണിയൻ എന്ന് പറയാം, ഇന്നർ യൂണിയൻ എന്ന് പറയാം, അതിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് നമ്മളുടെ പർപ്പസിലേക്ക് എത്താനായിട്ട് നമ്മളുടെ ഡിവൈൻ മാസ്കുലൈനെ നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യുന്നത്. അതായത് ഫെമിനൈൻ എനർജി അല്ലെങ്കിൽ ഈ ജേർണിയിൽ എനർജറ്റിക്കലി വർക്ക് ചെയ്യുന്ന ട്വിന്നാണ് ഇതിൻ്റെ ലീഡർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കൗണ്ടർ പാർട്ട് കുറവാണെന്നല്ല പറയുന്നത്, അൺകോൺഷ്യസ്ലി അവരുടെ കൗണ്ടർ പാർട്ട് വർക്ക് ചെയ്യുമ്പം കോൺഷ്യസ്ലി നമ്മൾ അല്ലെങ്കിൽ ആദ്യം അവേക്കനാവുന്ന ട്വിൻ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടു പേരുടെയും ഡെസ്റ്റിനേഷൻ ഒന്നാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ റിലേറ്റഡ് ടു കോഴ്സസ്, റേക്കിയുടെ മാസ്റ്റർ ലെവൽ കോഴ്സ് ആൻഡ് റേക്കിയുടെ സെക്കൻഡ് ലെവൽ കോഴ്സ്, അതേപോലെ തന്നെ സെൽഫ് ലവിൻ്റെ വർക്ക്ഷോപ്പ്, 3 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് ഈ മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈയിൽ. അതിലാർക്കെങ്കിലും ആ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ജോയിൻ ആവണമെന്ന് ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ അവർ വാട്സപ്പ് നമ്പറിലേക്ക്, അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ സ്പിരിച്വൽ കൗൺസിലിംഗ് സെഷൻസിനായിട്ട്
റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക്, കാർമിക് കോഡ് കട്ടിങ്, ഇങ്ങനെയുള്ള പല ഹീലിംഗ് സെഷൻസിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാം. അതല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സെഷൻസ് ബുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.